സ്കൂളിൽ പോണ കുഞ്ഞു മക്കളുള്ള അമ്മമാർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ. കുഞ്ഞു കട്ട് പീസാണ്, 2 കട്ട് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ എനിക്കൊന്നും ഒരു 4 എണ്ണം നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റും. കൂടുതൽ എടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും കൂടുതൽ എടുക്കാം. പക്ഷേ കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ നമുക്ക് എടുക്കണം, എന്നാലേ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ നീളം എടുക്കേണ്ടത് 10 ഇഞ്ചാണ് കേട്ടോ. വീതി നമുക്ക് 1 ഇഞ്ച് കൂട്ടിയെടുക്കണം. അങ്ങനെ 11 ഇഞ്ചാണ് നമ്മൾ തയ്യൽത്തുമ്പൂടെ കണക്കാക്കി എടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഇതുപോലെ സ്ക്വയറായിട്ടൊന്ന് വരച്ചെടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ പുറത്തുനിന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത പൗച്ചൊക്കെ വാങ്ങണേക്കാളും നമ്മളെ കയ്യിൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കട്ട് പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് മക്കൾക്ക് കൊടുക്കാം. പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരാവശ്യവും ഇല്ല കേട്ടോ. കറക്റ്റ് ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന് പ്രത്യേകിച്ച് തയ്യലൊന്നും അറിയേണ്ട ഒരാവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് മെഷീൻ ഒന്ന് ചവിട്ടാൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ 2 ലൈനിങ്ങും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 4 പൗച്ചിനുള്ള തുണിയാണ് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ലൈനിങ് 2 പൗച്ചിനുള്ളതേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് 2 പൗച്ചിനുള്ള മാത്രമേ ക്യാൻവാസും കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഇത് പേപ്പർ ക്യാൻവാസാണ്. ഇത് മീറ്ററിന് 40 രൂപയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അപ്പോൾ 2 പീസ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. മെയിൻ ക്ലോത്ത് എടുത്ത് വെച്ചിട്ട് എക്സ്ട്രാ കുറച്ച് വിട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് അയൺ ചെയ്ത് സെറ്റ് ആക്കിയതിന് ശേഷം ആ ഒരു ബാക്കി വരുന്ന ക്യാൻവാസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്തെടുക്കാനുള്ളത് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ, അതായത് അഴുക്ക വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്യാൻവാസ് അയൺ ചെയ്തെടുക്കാനുള്ളത്. എന്നിട്ട് അതിൻ്റെ അടിയിൽ ലൈനിങ് ഇതുപോലെ വച്ചതിന് ശേഷം സൈഡിൽ കൂടെ സ്റ്റിച്ച് കൊടുത്ത് ഇതേപോലെ എടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള തുണി ക്യാൻവാസും കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ 11 ഇഞ്ച് എടുത്തില്ലേ വീതി, ആ ഒരു സൈഡിൽ വെച്ചിട്ടാണ് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. സിബ് ഇതുപോലെ ഓപ്പൺ ആക്കിയതിന് ശേഷം തുണിയുടെ നല്ല വശത്ത് സിബിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. തീരെ ഇങ്ങ് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണ്ട. നമ്മൾ ഈ ഒരു ഡബിൾ ഫൂട്ട് ഇട്ടതിന് ശേഷം സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമ്മൾ പൗച്ച് തച്ചെടുക്കുമ്പം സിബ് പുറത്ത് കണ്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ. തുണിയുടെ പുറത്ത് തുണിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യും പോലെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ സൈഡിൽ കൂടെ ഇതുപോലെ 2 സ്റ്റിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പതിച്ചും കൂടെ അടിച്ചെടുക്കണം കേട്ടോ. തിരിച്ചു വച്ചതിന് ശേഷം ആ സിപ്പിൻ്റെ നല്ല വശത്തോടെ ഇതുപോലെ ഒന്ന് പതിച്ചും കൂടെ അടിച്ചു കൊടുത്താൽ ആ ഒരു തുണി നല്ല ഒരു കറക്റ്റായിട്ട് അവിടെ ഇരിക്കും. ഇതുപോലെ പതിച്ചും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. മറു സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ഇത് നമ്മളെ മക്കൾക്ക് മാത്രമല്ല കേട്ടോ, ഇതൊരു വരുമാനമായിട്ട് വേണമെങ്കിലും ഈ ഒരു പൗച്ച് നിർമ്മാണം നിങ്ങൾക്കും ചെയ്തെടുക്കാവുന്നതാണ്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സിബിന് 5 രൂപയോ 4 രൂപയോ ആ ഒരു റേറ്റേ ആകുന്നുള്ളൂ കേട്ടോ. ഇത് എന്തുകൊണ്ടും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നിവർത്തി വച്ചതിന് ശേഷം ആ ഒരു 4 കോൺ ഭാഗത്തും ഓരോ ഇഞ്ച് വീതിയും നീളത്തിലും സ്ക്വയറായിട്ട് ഇതുപോലെ ബോക്സസ് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കട്ട് ചെയ്ത് കളയുന്നുണ്ടേ. അപ്പോൾ ഇതിപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അടിച്ചതിൻ്റെ ആ ഒരു ലോക്കിട്ട് കൊടുത്തേക്ക് അഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ആ ഒരു സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു സ്ട്രാപ്പും കൂടെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ടേ. അപ്പോൾ അതും കൂടെ ഒന്ന് അകത്തോട്ടാക്കി വെച്ച് കൊടുത്തതിന് ശേഷം സൈഡിൽ കൂടെ ഓരോ സ്റ്റിച്ചും കൂടെ കൊടുത്തെടുക്കുന്നുണ്ടേ. ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്തെന്ന് വെച്ചാൽ ഇത് കൂടുതൽ കാലം കൊണ്ടുപോകണമെങ്കിൽ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം. അല്ലെന്നെങ്കിൽ ഒറ്റ സ്റ്റിച്ച് കൊടുത്താൽ കുഞ്ഞു മക്കളാണ്, അവർക്ക് പെട്ടെന്ന് തന്നെ അവർ ചീത്താക്കി കളയും. അപ്പോഴേ ഡബിൾ സ്റ്റിച്ച് ചെയ്താൽ കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ അങ്ങ് ഇരിക്കും കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു കോണ് ഭാഗം ഓരോ ഇഞ്ച് നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ആ ഒരു പോർഷൻ ഇതുപോലെ പിടിച്ച് വച്ചതിന് ശേഷം സൈഡിൽ കൂടെ 2 സ്റ്റിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണേ. കൂടുതൽ കയറ്റി സ്റ്റിച്ച് ചെയ്യേണ്ട, ആ ഒരു സൈഡിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ 4 സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് എടുക്കുകയാണേ.
പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, കറക്റ്റ് ആ ഒരു പൗച്ചിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. സ്റ്റിപ്പും കൂടെ വെച്ചുകൊണ്ട് ആ ഒരു നല്ല ആ ഒരു സ്റ്റിപ്പിൽ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. ഇനി ഇതിൽ കൂടെ കുഞ്ഞൊരു പേഴ്സും കൂടെ ഞാൻ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു സ്ട്രാപ്പിൽ പേരും കൂടെ ത്രെഡ് കൊണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണേ.